ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ട്രിഗ്നോമെട്രിയിലെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സും പ്രോബ്ലംസും നോക്കാം. സോ ട്രിഗ്നോമെട്രിയിൽ വരുമ്പോൾ ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്. സോ ഏതൊക്കെയാണ്? ഒന്ന് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. പിന്നെ ഉള്ളത് 1/sin തീറ്റ, 1/cos തീറ്റ, 1/tan തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Cos theta is adjacent side by hypotenuse. Tan theta is opposite side by adjacent side. ഇനി ഓർത്ത് വയ്ക്കുക, ടാൻ തീറ്റയ്ക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതായത് ടാൻ തീറ്റ is equal to സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. ടാൻ തീറ്റ ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽസ് നോക്കാം. എന്താ 1/sin തീറ്റേനെ പറയുക? 1/sin തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊസീക് തീറ്റയാണ്. 1/sin തീറ്റ is equal to കൊസീക് തീറ്റ. ആൻഡ് 1/cos തീറ്റ ഈസ് സീക് തീറ്റ. ആൻഡ് 1/tan തീറ്റ ഈസ് കോട്ട് തീറ്റ. ഇനി ഓർത്ത് വയ്ക്കുക, ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആയിരിക്കും. ഇതൊക്കെ ബേസിക്കായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾസിൻ്റെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയനിലാണ്. ഓക്കെ, സോ നമ്മൾ നോർമലി ഡിഗ്രിയിലാണ് പറയുന്നതെങ്കിലും റേഡിയനാണ് SI യൂണിറ്റ്. സോ റേഡിയനിലുള്ള ആംഗിൾസിൻ്റെ വാല്യൂ കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഈ ഒരു റിസൾട്ടിൽ നിന്നാണ് ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. സോ പൈ എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ഇങ്ങനെയാണ് എഴുതുക, സിഗൾ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ π/2 റേഡിയൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. π/3 റേഡിയൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി. π/6 ഈസ് 30 ആൻഡ് π/4 45 ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ബോക്സ് ചെയ്ത പൈ സിക്കൽ ടു 180 എന്ന് ബാക്കി എല്ലാ റിസൾട്ടും ഉണ്ടാക്കാം. എന്നാലും സൗകര്യം ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. പൈ എന്ന് പറഞ്ഞാൽ 180, π/2 പറഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി 90, π/3 60, π/4 45, π/6 30. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഈ 5 വാല്യൂസിൻ്റെയും 5 ആംഗിൾസിൻ്റെയും സൈൻ, കോസ്, ടാൻ വാല്യൂസ് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. സൈൻ മര്യാദയ്ക്ക് പഠിച്ചാൽ ഈ 5 എണ്ണത്തിൻ്റെ സൈൻ വാല്യൂസ് പഠിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോസും ടാനും ഉണ്ടാക്കാം. ഇപ്പോൾ സൈൻ നോക്കുക, ഓർത്ത് വയ്ക്കുക, 0യും 90യും കണക്റ്റഡ് ആയിരിക്കും, 30യും 60യും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ സൈൻ വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം. സൈൻ 0 ഈസ് 0, സൈൻ 30 1/2, സൈൻ 45 1/√2 ആൻഡ് സൈൻ 60 √3/2, സൈൻ 90 1. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2 ആൻഡ് സൈൻ 90 1. ഇനി ഓർക്ക് കോസിലോട്ട് വരുമ്പോൾ സൈൻ 0ൻ്റെ വാല്യൂ ഇവിടെ കോസ് 90 ആവും ആൻഡ് സൈൻ 90 ഇവിടെ കോസ് 0 ആവും. സോ ഈ 0യും 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. സോ ഇവിടെ കോസ് 0 ഈസ് 1 ആണ്, കോസ് 90 0 ആണ്. ഇനി ഇതാ 30 60 ആണ് കണക്റ്റഡ്. അപ്പോൾ അതാ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, സോ സൈൻ 30 ഇപ്പോൾ √3/2 ആയി, കോസ് 30 √3/2 ആയി, കോസ് 60 1/2 ആയി. ടാൻ്റെ വാല്യൂ 45ൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. കോസ് 45 ആണെങ്കിലും ശരി, സൈൻ 45 ആണെങ്കിലും ശരി, ആൻസർ ഈസ് 1/√2. ഇനി സൈനും കോസും കിട്ടിയാൽ ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ബൈ കോസ് ആണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ. അപ്പോൾ എങ്ങനെ കിട്ടും? 0/1 0, 1/2/√3/2, 2 ക്യാൻസലായി പോയാൽ എന്ത് കിട്ടും? 1/√3. അടുത്ത് 1/√2/1/√2 1 ആൻഡ്
ലാസ്റ്റ് വൺ tan 60 ഈസ് √3/2/1/2. 2 into ക്യാൻസൽ ആവും. ആൻസർ ഈസ് √3/1 ഓർ √3. ആൻഡ് അടുത്തത് എന്താണ്? tan 90 ഈസ് ഇൻഫിനിറ്റി. ഈ ടേബിൾ ഒന്ന് ബൈഹാർട്ട് പഠിച്ച് വയ്ക്കുക. ഒരു ട്രിക്ക് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇനി ചില കാൽക്കുലേറ്റേഴ്സിൽ ഇതിൻ്റെ വാല്യൂസ് ഇങ്ങനെ തന്നെ അവൈലബിൾ ആണ്. സോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രൂവ് ദാറ്റ് cos 60 ഇൻറ്റു cos 30 പ്ലസ് sin 60 ഇൻറ്റു sin 30 ഈസ് ഈക്വൽ ടു cos 30. 2 മാർക്കിനാണ് ചോദിക്കുക. ഇപ്പോൾ ഈ 60ക്ക് പകരം 45ഉം 90 ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ടേബിളിലെ വാല്യൂസ് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ എന്തൊക്കെയാണ് വന്ന് cos 60 ഇൻറ്റു cos 30 പ്ലസ് sin 60 ഇൻറ്റു sin 30. സോ എങ്ങനെ കിട്ടും? cos 60 ഈസ് 1/2 ഇൻറ്റു cos 30 ഈസ് √3/2. So 1/2 into √3/2 plus sin 60 into sin 30. Sin 60 √3/2, sin 30 1/2. So √3/2 into 1/2. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 into √3, 2 into 2, 4. √3/4. ഇവിടെ ചെയ്യുമ്പോഴും √3/4. So √3/4 plus √3/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 √3/4. സോ ഇവിടുന്ന് 2ഉം 4ഉം കട്ട് ചെയ്താൽ √3/2. √3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ടേബിൾ പ്രകാരം cos 30 ആണ്. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സംഗതിയുടെ ആൻസർ ഈസ് cos 30 എന്ന് കിട്ടും. സോ അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. 2 മാർക്കിന് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. cos 45 ഇൻറ്റു cos 60 minus sin 45 into sin 60 is equal to 1 minus √3/2 √2. ജസ്റ്റ് വാല്യൂസ് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഇത് അടുത്തതൊക്കെ അതുപോലത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ ഒരു ടേബിൾ ബൈ ഹാർട്ട് അറിയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. സെയിം വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കുക തന്നെയാണ്, എന്നാലും ഒന്നുകൂടി നോക്കുക. പ്രൂവ് ദാറ്റ് tan 45 മൈനസ് tan 30/1 പ്ലസ് tan 45 ഇൻറ്റു tan 30 ഈസ് ഈക്വൽ ടു 2 മൈനസ് √3. എങ്ങനെ ചെയ്യുക? ഓരോന്നിൻ്റെ ആയിട്ട് വാല്യൂ കൊടുക്കുക. അപ്പോൾ tan 45 മൈനസ് tan 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? tan 45 ഈസ് 1. സോ 1 മൈനസ് tan 30 is 1/√3. So 1/√3/1 plus tan 45 1 into tan 30 1/√3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 minus 1/√3/1 plus 1/√3 ചെയ്യുമ്പോൾ എന്താ വരിക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ √3 into 1 √3 minus 1. അതായത് 1 minus 1/√3നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുക? √3 into 1 minus 1 whole divided by √3. അതാണ് ഇവിടെ കിട്ടിയത്. ഇനി 1 plus 1/√3 ആണെങ്കിൽ √3 into 1 √3 പ്ലസ് 1/√3. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LHSഉം RHSഉം സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3 into 1 √3 മൈനസ് 1/√3. അടുത്ത എന്ത് വരും? √3 പ്ലസ് 1/√3. ഇതാണ് ഡിനോമിനേറ്ററിൽ വരിക. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സോ ഈ √3നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ബാക്കി ആൻസർ ഈസ് √3 മൈനസ് 1/√3 പ്ലസ് 1.
ഓക്കെ, ഇനി ഇതാണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? 2 - √3 ആവണമെന്നാണ്. ചെയ്ത ലാസ്റ്റ് ആൻസർ 2 - √3 കിട്ടണം. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? √3 - 1/√3 + 1. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി വെച്ചാൽ, സോ ഇവിടെ √3 + 1 അല്ലേ, സോ LHSനെയും RHSനെയും √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്ത് കിട്ടും നമുക്ക്? യെസ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? √3 - 1 × √3 - 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3 - 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √3 + 1 × √3 - 1 പറയുമ്പോൾ എന്താണ്? അവിടെ ഏത് റിസൾട്ട് യൂസ് ചെയ്യും? a + b × a - b, ദാറ്റ് ഈസ് a സ്ക്വയർ - b സ്ക്വയർ, ദാറ്റ് ഈസ് √3 സ്ക്വയർ - 1 സ്ക്വയർ. √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 - 1. സോ ഡിനോമിനേറ്ററിൽ വരിക 3 - 1. സോ √3 - ഹോൾ സ്ക്വയർ ബൈ 3 - 1 ഈസ് 2. ഓക്കെ, ഇനി √3 - 1 നമുക്ക് ഹോൾ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ കിട്ടും? a - b ഹോൾ സ്ക്വയറിൻ്റെ ഫോമില്ല. a - b ഹോൾ സ്ക്വയറിൻ്റെ എന്താണ്? a സ്ക്വയർ - 2ab + b സ്ക്വയർ. സോ √3ൻ്റെ സ്ക്വയർ 3 - 2 × √3 × 1, ദാറ്റ് ഈസ് 2 √3 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, സോ ഇനി ഇതിൻ്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ 3 ഉണ്ട്, ഇവിടെ +1 ഉണ്ട്. 3 + 1 എന്ത് വരും? 4. 4 - 2 √3/2. ഓക്കെ, ഇതിന്ന് രണ്ടൊന്നും കോമൺ ആയിട്ട് നമുക്ക് ആരെ പുറത്തെടുക്കാം? 2നെ പുറത്തെടുക്കാം. 2നെ പുറത്തെടുത്താൽ 2 × 4ന്ന് 2 പോയാൽ പിന്നെ അവിടെ ഉണ്ടാവുക 2. 2 - 2 √3 2 പോയാൽ √3 മാത്രം 2. സോ 2 × 2 - √3/2 എന്നുണ്ടായിരിക്കും. സോ ഈ ഒരു 2ഉം പുറത്തുള്ള 2ഉം തമ്മിൽ ക്യാൻസലായി കളയും. ബാക്കി ആൻസർ ഈസ് 2 - √3. സോ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് tan 45 - tan 60/1 + tan 45 × tan 30 = 2 - √3 ആണ് ചെയ്യാൻ പറഞ്ഞത്. സോ ഓരോന്നിനും വാല്യൂസ് കൊടുക്കും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ആൻഡ് സിംപ്ലിഫൈ ചെയ്ത ആൻസറായി. ഓക്കെ, സോ ആ ഒരു സിംപ്ലിഫൈ ആൻസർ ചെയ്ത് LHS = RHS കിട്ടിയാൽ നമുക്ക് പ്രൂഫായി. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. tan 60 - tan 45/1 + tan 60 × tan 45. ഓക്കെ, ഇതേപോലെ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ലാസ്റ്റ് ആൻസർ 2 - √3 കിട്ടും. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ചോദിക്കും. പ്രൂവ് ദാറ്റ് sin a + cos a ഹോൾ സ്ക്വയർ = 1 + 2 sin a cos a. ഇങ്ങനെ ചെയ്യും. അവിടെ a + b ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല കൊടുത്താൽ മതി. a + b ഹോൾ സ്ക്വയറിൻ്റെ എന്താണ്? ഇതവിടെ എഴുതിയിട്ടുണ്ട്. a സ്ക്വയർ പ്ലസ് a + b ഹോൾ സ്ക്വയർ ഈസ് a സ്ക്വയർ പ്ലസ് 2ab + b സ്ക്വയർ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? sin a സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് sin സ്ക്വയർ a പ്ലസ് 2ab, ദാറ്റ് ഈസ് 2 × sin a × cos a പ്ലസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ cos സ്ക്വയർ a. ഇനി ഇവിടെ ഓർത്ത് വയ്ക്കുക, sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a ഈസ് 1. സോ ഇത് 1 ആയിട്ട് പോകും. ബാക്കി അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 sin a cos a, ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടി ചേർത്ത് 1 പ്ലസ് 2 sin a cos a. സോ ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ്. സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനേ ഉണ്ടാവുള്ളൂ. ട്രിഗണോമെട്രിയിൽ ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? പ്രൂവ് ദാറ്റ് cosec θ cosec θ - 1 പ്ലസ് cosec θ cosec θ + 1 2 sec² θ. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് രണ്ട് ഫ്രാക്ഷൻ തന്നിട്ട്
സോ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ നിന്നിട്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഇപ്പോൾ കൊസീക് തീറ്റയ്ക്ക് പകരം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈൻ തീറ്റ ആയിരിക്കും, ചിലതിൽ കോസ് തീറ്റ ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ PDF ലുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1 പ്ലസ് കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1. ഓക്കെ, സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇത് ഇൻറ്റു ഇത് പ്ലസ്, സെൻറ്ററിൽ പ്ലസ് ആയതുകൊണ്ടാണ് പ്ലസ് ഇട്ടത്. ഇത് ഇൻറ്റു ഇത് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 2, ദാറ്റ് ഈസ് കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1 എങ്ങനെ ചെയ്യും? കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഇൻറ്റു 1. കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്തായിട്ട് മാറും? കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഇൻറ്റു 1 കൊസീക് തീറ്റ. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് തീറ്റ പ്ലസ്, ഇനി ഇത് ചെയ്യുമ്പോഴോ കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ മൈനസ് കൊസീക് തീറ്റ. ഇനി ഇവിടെ പ്ലസ് കൊസീക് തീറ്റ ഉണ്ട്, മൈനസ് കൊസീക് തീറ്റ ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 0. ബാക്കി അവിടെ എന്താണുള്ളത്? കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ ബൈ, ഇനി ഡിനോമിനേറ്ററിൽ എന്ത് ചേഞ്ചാണ് വരിക? ഇവിടെ നോക്കുക, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1 പറയുമ്പോൾ എന്തായിട്ട് മാറും? ഇതവിടെ കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ 1, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1ൻ്റെ സ്ക്വയർ എന്താണ്? 1 തന്നെ. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഇനി മുകളിൽ എന്ത് കിട്ടും നമുക്ക്? ഈ ഒരു കൊസീക് സ്ക്വയർ തീറ്റയും ഈ ഒരു കൊസീക് സ്ക്വയർ തീറ്റയും ബാക്കി, ദാറ്റ് ഈസ് 2 കൊസീക് സ്ക്വയർ തീറ്റ. നമുക്ക് കിട്ടിയത് 2 കൊസീക് സ്ക്വയർ തീറ്റ ബൈ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി ഓർത്ത് വയ്ക്കുക, ഇനി ഇതിനെ നമ്മൾ അവർ പറഞ്ഞ ഫോമിലോട്ട് മാറ്റണം. സോ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ ബൈ കോട്ട് സ്ക്വയർ തീറ്റ എന്നല്ലേ കിട്ടിയത്. ഓക്കെ, ഇതിനകത്ത് കോട്ട് സ്ക്വയർ തീറ്റ കിട്ടിയ സ്റ്റെപ്പ് പറഞ്ഞില്ല. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1നെ നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനകത്ത് 2 കൊസീക് സ്ക്വയർ തീറ്റ ബൈ കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ? അതിനകത്ത് കൊസീക് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബൈ സൈൻ തീറ്റയാണ്. സൈൻ തീറ്റേൻ്റെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ. സോ അവിടെ കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്തെഴുതാം? 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റയ്ക്ക് പകരമായിട്ട് നമുക്ക് എന്തെഴുതാം? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദ കൊസീക് സ്ക്വയർ തീറ്റ എന്ന 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ, കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഇത് രണ്ടും ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഈ സൈൻ സ്ക്വയർ തീറ്റയും ഈ സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസലായി പോവും. ബാക്കി ആൻസർ വരെ 2 ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ. 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നാൽ എന്താണ്? 1 ബൈ കോസ് സീക്കാണ്. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ. സോ ആൻസർ ഈസ് 2 സീക്ക് സ്ക്വയർ തീറ്റ.
ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. എഗെയിൻ എന്ത് തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരും ഇവിടെയും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെ കിട്ടും? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റേനെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റേനെ 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്നും എഴുതാം. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇതിൻ്റെ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് 1 പ്ലസ് 2ab എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എങ്ങനെ കിട്ടും? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ ദാറ്റ് ഈസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ സൈൻ സ്ക്വയർ തീറ്റേനെയും ഈ കോസ് സ്ക്വയർ തീറ്റേനെയും ചേർത്ത് നമുക്ക് 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 പ്ലസ് ഓൾറെഡി ഇവിടെ ഒരു 1 ഉണ്ട്, 1 പ്ലസ് 2 കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് 1 പ്ലസ് 1നെ നമുക്ക് 2 എന്ന് എഴുതാം. സോ 2 പ്ലസ് 2 കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ കോമൺ ആയിട്ടുള്ള 2നെ രണ്ടിന്നും പുറത്തെടുക്കാം. ന്യൂമറേറ്ററിൽ 2നെ പുറത്തെടുത്താൽ 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. 1 പ്ലസ് കോസ് തീറ്റ 1 പ്ലസ് കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആൻസർ ഈസ് 2 ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ സൈൻ തീറ്റ. 1 ബൈ സൈൻ തീറ്റ ഈസ് കൊസീക് തീറ്റ. സോ ആൻസർ ഈസ് 2 കൊസീക് തീറ്റ. സെയിം രീതിയിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഈസ് ഈക്വൽ ടു കോസ് എ ബൈ 1 മൈനസ് സൈൻ എ. എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് LHSനെ എടുക്കുക. LHS ഈസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ. സോ ഇവിടെ ന്യൂമറേറ്ററിൽ 1 പ്ലസ് സൈൻ എ ആണ്. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 1 മൈനസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എങ്ങനെ കിട്ടും? 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ  കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ എന്തായിട്ട് മാറും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതാ ഈ ഒരു ഫോർമാറ്റിൽ വരും. സോ ദിസ് ഈസ് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഈ കോസേനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തായിട്ട് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. സോ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് സ്ക്വയർ എ. കാരണം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. സോ ഇവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എ. സോ കോസ് സ്ക്വയർ എ ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. സോ ഇവിടെ നിന്നൊരു കോസും കട്ട് ചെയ്ത് പോകും. സോ ആൻസർ ഈസ് കോസ് എ ബൈ 1 മൈനസ് സൈൻ എ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.